ദ്വാപരയുഗത്തിന്റെ അന്ത്യത്തിൽ ഭാരതഘട്ടത്തിൽ അവതരിച്ച് ജനനം മുതൽ സ്വർഗാരോഹണം വരെ നിരവധി യാതനകൾ സഹിച്ച് ആയുധമേന്താതെ അസുരശക്തികളെ മുച്ചൂടം മുടിച്ച ജഗത് ബാലകനായ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മദിനമായ ഇന്ന് അഷ്ടമിരോഹിണി ലോകം മുഴുവൻ ഭക്ത്യാദരപൂർവം ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ മുഴുവൻ ആളുകൾക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ. നന്മയെ പൂർണ്ണമാക്കാൻ നടത്തിയ യജ്ഞത്തിലൂടെ മാനവമാനസത്തിൽ മായാതെ നിൽക്കുന്ന മായാമയം കാളിയന്റെ മസ്തകത്തിലേറിയ ഉല്ലാസ നൃത്തം നടത്തിയ സർവേശ്വരൻ ആതുല പരാക്രമിയും ദുഷ്ടനുമായ മാതുലൻ കംസന് മുക്തി നൽകിയ ദയാപരൻ മൃഗമോഷദായകനായ ഭക്തവത്സലൻ കൗണ്ഡ്രക വാസുദേവനെ കാലാപുരിക്കയച്ച സൂത്രശാലി കല്ലും മണ്ണും ചേർന്ന മൃദുകം ആർത്തിയോടെ വാരിത്തുന്ന സതീർത്ഥ സ്നേഹി ചങ്ങാതിയായ വിജയന് വേണ്ടി ചമ്മട്ടി കയ്യിലേന്തി തങ്കത്തേര് തെളിച്ചത് ലഡാല ഫലകത്തിൽ കസ്തൂരി തിലകവും മാറിനകത്ത് കസ്തൂർബരത്നവും നാസാഗ്രഹത്തിൽ നവവാക്തീകവും കരതടത്തിൽ ഓടക്കുഴലും കൈകളിൽ കങ്കണവും കടത്തിൽ മുത്തുമാലയും ധരിച്ച് ഹരിചന്ദനം പൂശി നിൽക്കുന്ന ഗോപസ്ത്രീകളാൽ ചുഴന്നു നിൽക്കുന്ന വിശ്വരക്ഷകൻ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ ജന്മാവതാര സുദിനമാണ് ഇന്ന്. സംക്ഷിപ്തമായ ഗ്രാമീണ ജീവിതം അന്യമാകുകയും നഗരവൽക്കരണത്തിന് ഗതി വേഗം കൂടുകയും ചെയ്യുന്ന കാലത്ത് മണ്ണിനെ മറന്നുള്ള നമ്മുടെ യാന്ത്രിക ജീവിതം അത്യന്തം ആദൽകൃതമായിരിക്കുമെന്ന് മണ്ണ് തിന്ന കണ്ണനെ സാക്ഷിയാക്കി പറയാൻ നമുക്ക് കരുത്തുണ്ടാകണം. ഓരോ ഗ്രാമവും ഓരോ ഗോകുലങ്ങളായി മാറണം. ഗോകുലങ്ങളിൽ ഗോപാലന്മാർ നിറയണം. ചൈതന്യം പ്രസരിക്കണം. ഗോകുല ഗ്രാമസഭകൾ കൂടണം. ഗ്രാമത്തെ നയിക്കാൻ പ്രാപ്തിയുള്ള കുട്ടികളുടെ കൂട്ടായ്മയെ സഭയിലൂടെ വളരണം. ഗോവർദ്ധനം കുടയാക്കി മണ്ണിനെയും കുലത്തെയും കാത്ത ഗോപകുമാരന്മാർ തിരിച്ചു വരേണ്ടിയിരിക്കുന്നു. കണ്ണിനു മുന്നിൽ കാണുന്ന ദുഷിച്ച കാഴ്ചകളുടെ ഉള്ളറിയാനുള്ള അകക്കണ്ണുകൾ നമ്മുടെ കുട്ടികൾക്കുണ്ടാകണം. ഭൂതനയെ തിരിച്ചറിഞ്ഞ കുചേലന് സപ്തതി കൊടുത്ത പൂന്താനത്തിന് അമരത്വമേകിയ ആ മായാക്കണ്ട കാഴ്ചയാണ് നാം കുട്ടികളിലൂടെ വീണ്ടെടുക്കേണ്ടത്. കംസാചാരുണ മല്ലന്മാരും ജരാസന്ധന്മാരും എക്കാലത്തും എന്നതുപോലെ വഴിമുടക്കാൻ ഇപ്പോഴും ഉണ്ടാകാം. അവരെ തിരിച്ചറിയാനുള്ള കഴിവ് നേടാനാണ് ഓരോ ജന്മാഷ്ടമിയും പ്രയോജനപ്പെടുത്തേണ്ടത്. ഏവർക്കും ഹൃദയം നിറഞ്ഞ ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ നേരുന്നു.